പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ്റെ അധിനാഥനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിജാതിയായ കനാൻകാരിയായ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് മനസ്സലിഞ്ഞ് ചെന്നുകൊണ്ട് അവളുടെ പുത്രനെ ഉയർപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. വലിയൊരു വിലാപയാത്ര കടന്നു വരുമ്പോൾ യേശു കാണുന്നുണ്ട് അലമുറയിടുന്ന ഒരു സ്ത്രീ. അവളുടെ ഏകമകൻ മരിച്ചതിലുള്ള ദുഃഖം അവളെ കണ്ട് മനസ്സലിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയാ, കരയേണ്ട, അവൻ ശവമഞ്ചത്തിൽ സ്പർശിച്ചു, അത് വഹിച്ച് നിന്നു. അപ്പോൾ യേശു പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക. ഉടനെ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് വചനം രേഖപ്പെടുത്തുന്നത്. ജീവൻ്റെ അതിനാഥനാണ് അവിടുന്ന്, മനസ്സലിവുള്ളവനാണ് അവിടുന്ന്. നമ്മുടെ ഓരോരുത്തരോടും എത്രമാത്രം അലിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. കരയേണ്ട എന്നാണ് അവൻ പറയുക. നിന്റെ കരച്ചിലുകൾക്കൊക്കെ ഉത്തരം കർത്താവാണെന്ന് ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ സ്പർശിക്കട്ടെ. മരണത്തിൽ ജീവനിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇന്നേ ദിനം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ജീവൻ്റെ അതിനാഥൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തർ നിൽക്കുന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ജീവനില്ലാതെ പോകുന്ന എല്ലാവരെയും, ലോകത്തിൻ്റെ ഗതിയെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയും, വേദനിക്കുന്ന എല്ലാവരെയും, മക്കളില്ലാത്തവരെയും, വിവാഹ തടസ്സം നേരിടുന്നവരെയും, വിദേശത്തായിരിക്കുന്നവർ, ഒറ്റപ്പെട്ടു പോയവരെയും, വിവാഹബന്ധം വേർപെടുത്തിയവരെയും, മക്കൾ കാരണം വേദനിക്കുന്നവരെയും, വീട്ടിലെ രോഗദുരിത തകർച്ചകൾ കാരണം അസ്വസ്ഥപ്പെടുന്നവരെയും, വീട്ടിൽ തളർന്നു പോയവരെയും, അവരെ ശുശ്രൂഷിക്കുന്നവരെയും എല്ലാം നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. നിൻ്റെ കരമൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും. ഇന്ന് ഞങ്ങളെ തൊടണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ജീവനിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.